നമസ്കാരം. ഞാനേ ഈ വീഡിയോ ഇടുന്നതിന് ഒരു മെയിൻ ഉദ്ദേശമുണ്ട്. മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ലാബുണ്ട്. ചെറുവാണ്ടൂരാണ്. മെഡ്മെയിൻ ലാബ് എന്നാണ് ലാബിൻ്റെ പേര്. ഏറ്റുമാനൂർ ചെറുവാണ്ടൂരാണ്. അപ്പം ലാബിൽ ഉണ്ടായൊരു ഇൻസിഡൻ്റാണ് എന്ന് പറയാം. ഇൻസിഡൻ്റ് അല്ല, നമ്മുടെ ഒരു ഫ്രണ്ടാണെങ്കിൽ 1 മണിയായപ്പോഴത്തേക്കും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചെറിയ നെഞ്ചുവേദനയും കാര്യങ്ങളുണ്ട്, കൊളസ്ട്രോളും ECG ലിപ്പിഡ് പ്രൊഫൈല് പിന്നെ ലിവർ ഫങ്ഷൻ ഫുള്ള് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം. ഡോക്ടറിനെ പോയി കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, സെൽഫായിട്ട് തന്നെ ചെയ്യണം. ഞാൻ പറഞ്ഞു ഒന്ന് കാണിച്ചിട്ട് പോരെ ചെയ്താൽ. ഇപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ സെൽഫായിട്ട് ചെയ്തിട്ട് ഒത്തിരി നാളായി, അതുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ലാബിൽ വിളിച്ച് പറഞ്ഞു. പുള്ളി വന്ന് ECG എടുത്തു, പിന്നെ കൊളസ്ട്രോൾ എടുത്തു, ലിപ്പിഡാണ് എടുത്തത്. അത് കൊളസ്ട്രോളിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ടുള്ളതാണ് എടുത്തത്. പിന്നെ ലിവർ ഫങ്ഷനാണ് എടുത്തത്. അപ്പോഴത്തേക്കും പുള്ളിക്ക് റിസൾട്ട് വരുന്നവരെ പുള്ളി ഭയങ്കര ഹോബിയായിരുന്നു. പുള്ളി ഭയങ്കര ടെൻഷനായിരുന്നു. പുള്ളി എന്നോട് ഒരു 4-5 തവണ റിപ്പോർട്ടായോ എന്ന് പറഞ്ഞ് പാനിക്കാണ്. ശരിയാണ്, ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പാനിക്കാം, ശരിയാണ്. പക്ഷേ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പം പുള്ളി റിപ്പോർട്ടിൽ 2 കാര്യം. കൊളസ്ട്രോൾ കൂടുതലായിരുന്നു, അതിൻ്റെ അകത്ത് TGL കൂടുതലായിരുന്നു. പുള്ളി അത് കണ്ടു കഴിഞ്ഞപ്പം തൊട്ട് എന്നെ ഒരു 10-14 തവണ വിളിച്ചു. അതായത് ഈ കൊളസ്ട്രോൾ ഭയങ്കര കൂടുതലാണല്ലോ, TGL ഭയങ്കര കൂടുതലാണ്, പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമോ, അതോ മുന്നോട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് എന്ന്. പുള്ളി ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്. വർക്കൗട്ടും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് കുറവാണ്. പക്ഷേ പുള്ളിയുടെ പാനിക്കാണ് എനിക്ക് ഈ വീഡിയോ ഇടാൻ വേണ്ടിയുള്ള ഒരു കാര്യം പറയാമെന്ന്. ഞാൻ ഒന്നാമത്തെ കാര്യം യൂട്യൂബറോ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് പറയാൻ പറ്റിയ ഒരാളല്ല. ഞാനൊരു റേഡിയോഗ്രാഫറാണ്, ഡോക്ടറല്ല. അപ്പം എനിക്കിത് പറയാമോ എന്നറിയില്ല, പക്ഷെ പറഞ്ഞിരിക്കാം എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഈ വീഡിയോ ഇടുന്നതാണ്, ഷെയർ ചെയ്യുന്നതാണ്. അപ്പോഴത്തേക്കും ഞാൻ പറയുന്നത് 90% കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും തെറ്റാണെങ്കിൽ ഞാൻ സോറി ചോദിക്കുന്നു. പക്ഷേ കോൺഫിഡൻ്റായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഒരു റിപ്പോർട്ടോ ഒരു ഡയഗ്നോസോ ഒരു രോഗമോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആദ്യമേ ആ രോഗത്തെ പേടിച്ച് നമ്മൾ ഒതുങ്ങിക്കൂടുകയല്ല ചെയ്യേണ്ടത്. ആ രോഗത്തിനുള്ള വേണ്ട ട്രീറ്റ്മെൻറ്റ് എവിടെയാണ് ലഭിക്കുന്നത്, അത് ഡോക്ടർമാരുടെ അടുത്ത് എന്ന് സംസാരിച്ച് അതിനെപ്പറ്റി എന്താണെന്ന് പഠിക്കണം. അതായത് ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലണം, അല്ലാതെ സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല ഒരിക്കലും. ആ ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോവുക. ഒരു ചെറിയ വാല്യൂ കൂടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതം കഴിഞ്ഞിട്ടില്ല ഒരിക്കലും. അത് നമുക്ക് എന്താ പറയുക, നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള കണ്ടൻ്റ് ആയിരിക്കാം. നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് വർക്കൗട്ട് അങ്ങനെ കാര്യങ്ങൾ കുറഞ്ഞത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള വാല്യൂ ചേഞ്ച് ആവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും എന്താ പറയുക, ഒരു രോഗം കണ്ടു, ഒരു ഫൈൻഡിങ്സ് കണ്ടു, ഒരു വാല്യൂ കൂടുതലാണ്, ഓക്കെ നമുക്കൊരു പേഴ്സണലി ബുദ്ധിമുട്ടുണ്ട്, ആദ്യം ഒരു കൺസൾട്ടിങ് ഡോക്ടറിൻ്റെ അടുത്ത് പോവുക. ആ ഡോക്ടർ പറയുന്ന നിർദ്ദേശം എന്താണോ അത് കേൾക്കുക. പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം അത് ദഹിക്കാനുള്ള ഒരു ടൈമും കൂടെ നമ്മുടെ ലൈഫിൽ ഉറപ്പായിട്ട് കണ്ടെത്തണം. ഒരു പ്രൊഫഷണൽ ഏരിയ, ഒരു ജോലി, ഉറക്കം, അങ്ങനെ മാത്രമല്ലാതെ ഹെൽത്തിന് വേണ്ടി തന്നെ ഒരു ടൈം എപ്പോഴും നമ്മൾ ലൈഫിൽ കണ്ടെത്തിയിരിക്കണം. അത് ഇപ്പം ഞാനാണെങ്കിൽ പോലും അത് എനിക്ക് വർക്കൗട്ട് ചെയ്യുവാനോ എനിക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ ഹെൽത്തിൻ്റെ സമയം കണ്ടെത്തിയില്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ട് എനിക്കുണ്ടാവുന്നുണ്ട്. അതേപോലെയാണ് ഒരു വാല്യൂ, അതായത് ഒരു കൊളസ്ട്രോൾ കൂടിയെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം കഴിഞ്ഞെന്നോ, നമ്മളൊരു രോഗിയാണെന്നോ, അതോ ഒരു ഡയബറ്റിക്കായിട്ട് ഒരു വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രോഗിയാണെന്നൊന്നും നമ്മൾ കരുതണ്ട. നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അപ്പം ഒരിക്കലും എന്താ പറയുക, ഒരു വാല്യൂ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള മാർഗങ്ങളാണ് ഇത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഒരു കൊളസ്ട്രോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലായിട്ട് ചെയ്യുന്നത് ഈ ഇൻ്റർനെറ്റിൽ കൂടെ, അതായത് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യും.
അതിൽ ഫസ്റ്റ് വരുന്നത് ഹാർട്ട് അറ്റാക്ക് എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ ചങ്ക് പൊട്ടും. ഇതാണ് ഉണ്ടാകുന്നത്. ഇതൊരു ചെറിയ വാല്യൂ, ആ വാല്യൂ കൂടിയെങ്കിൽ ഉണ്ടാവാൻ കാരണമുണ്ടാകും, ചിലപ്പോൾ രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ടാകും. യൂട്യൂബ് എന്ന് പറയുമ്പോഴും ഗൂഗിൾ എന്ന് പറയുമ്പോഴും എപ്പോഴും നമ്മളെന്താണ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ആദ്യമേ കാണുന്നത് ഏറ്റവും റിവ്യൂ ആയിട്ടുള്ളതും ഏറ്റവും ആൾക്കാർ സെർച്ച് ചെയ്ത കാര്യങ്ങളുമാണ് അതിൽ കയറി വരുന്നത്. അല്ലാതെ ഈ ഒരു വാല്യൂയെ ഈക്വൽ ചെയ്തിട്ട് ഒരിക്കലും ലൈഫിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ അങ്ങനെ ഒരു എന്താ പറയുക അതിലൊരു അഡിഷൻ ആവാതെ ഇരിക്കാൻ വേണ്ടി മെയിനായിട്ട് നോക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഞാനിങ്ങനെ പറയാൻ ഞാൻ ഒന്നാമത്തെ കാര്യം ഡോക്ടറല്ല, ഞാനൊരു റേഡിയോഗ്രാഫറാണ്. അതൊന്നുകൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ആദ്യമേ എന്തെങ്കിലും വാല്യൂ ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഏത് ഡോക്ടറാണേലും ശരി ആ ഡോക്ടറിനോട് അഭിപ്രായം ചോദിക്കുക. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ക്രമങ്ങളും കാര്യങ്ങളും മെയിനായിട്ട് നോക്കുക. ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വർക്കൗട്ട് കാര്യങ്ങൾ ജീവിതത്തിൽ ആഡ് ചെയ്യുക. അപ്പോഴത്തേക്കും ഇതെല്ലാം ബാലൻസ് ആവും. ഒരിക്കലും എന്താ പറയുക ഒരു വാല്യൂ കൂടിയെന്ന് പറഞ്ഞോ ഒരു ഷുഗർ കൂടിയെന്ന് പറഞ്ഞോ നമ്മുടെ ജീവിതമോ കാര്യങ്ങളോ അതിൻ്റെ പാവുന്നില്ല. ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ ചാൻസ് ആയിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി. അപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഏത് രോഗവും മാറുമെന്നാണ്. ഞാൻ ഡോക്ടറല്ല, ഞാനൊരു റേഡിയോഗ്രാഫറാണ്. പിന്നെ ഇതിങ്ങനെ ഡെയിലി കാണുന്നത് കൊണ്ട് നിങ്ങളോട് പറയാം എന്നോർത്തിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.